CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിൽ പ്രവർത്തിക്കുന്ന പിഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി 87 പന്നികളെ ദയാവധം ചെയ്തു. അതേസമയം പന്നികളിൽ മാത്രം കണ്ടുവരുന്ന രോഗം മറ്റ് മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാൻ സാധ്യതയില്ലെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ കടിച്ചുകൊന്ന കൊല്ലൻപടി കിഴക്കേപുരയ്ക്കൽ കാർത്തിയേനിയുടെ വീടിന്റെ പരിസര പ്രദേശത്താണ് തെരുവുനായ്ക്കൾ വിലസുന്നത്. വാഹനം മാർഗതടസ്സം സൃഷ്ടിച്ചത് ചോദിച്ചതിന് CPIM നേതാവ് അസഭ്യം പറഞ്ഞതായി കേച്ചേരി പട്ടിക്കര സ്വദേശി ഹിലാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേച്ചേരി പട്ടിക്കരയിലെ സ്വന്തം വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് CPIM നേതാവിന്റെ വാഹനം മാർഗതടസ്സം സൃഷ്ടിച്ചത്. ചാവക്കാട് പിതൃബലിതർപ്പണത്തിന് പേരുകെട്ട പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ കർക്കടക വാവുബലിതർപ്പണം നാളെ നടത്തും. പുലർച്ചെ 2:30 മുതൽ രാവിലെ 9 വരെ നടക്കുന്ന ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 2 ദിവസങ്ങളിലായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കലാലയത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിന് സമാപനമായി. ഓർമ്മകളുടെ വസന്തകാലത്തിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോയ സംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് അരങ്ങേറിയത്. ആൽമരം മുറിക്കുന്നതിനെതിരെ BJP കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധം. പഞ്ചായത്തിന്റെ പരാതിയിൽ സംസ്ഥാനപാത പെരുമ്പിലാവ് പൊറവൂർ റോഡരികിൽ പോലീസ് ഇടപെട്ട് മരം മുറിച്ചുമാറ്റി. ദേശീയപാത 66 ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ വില്യംസ് വരെയുള്ള ഭാഗം പൂർണ്ണമായി തകർന്നു കിടക്കുന്നതിലും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിലും പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ നിർത്തലാക്കുകയും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി തുറക്കാൻ ദാദിഷ മാർക്കറ്റ് പ്ലേസ് ഓഗസ്റ്റ് 15 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി ദൃശ്യ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് 30ാം വാർഷിക പൊതുയോഗം നടത്തി. ചാലിശ്ശേരി സയോൺ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗത്തിൽ വാർഷിക വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുകയും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഗുരുവായൂർ ദേവസ്വം കൌസ്തുഭം ജീവനക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. കുന്നംകുളത്ത് താമസക്കാരനായ 40 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് പഴഞ്ഞി ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി വികസന മുരടിപ്പിനും സാമ്പത്തിക തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ BJP പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വയോജന സംഘടന മജ്ലിസ് അൻസാറുല്ലായുടെ ജില്ലാ സംഗമം സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം തൃശൂർ പാതയിൽ നിരന്തരമായി ഉണ്ടാകുന്ന വാഹനാപകടത്തിന് പരിഹാരമായി വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം യോഗം അധികാരികളോട് ആവശ്യപ്പെട്ടു. പ്രശസ്ത പിന്നണി ഗായിക S. ജാനകിയുടെ ഗാനങ്ങൾ മലയാളി മനസ്സിനെ മതേതര ആത്മീയതയിലേക്ക് നയിച്ചതായി പ്രമുഖ എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ചങ്ങരംകുളത്ത് കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ S. ജാനകി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പുന്നേർകുളം ബ്രദേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാർഷിക കുടുംബ സംഗമം നടത്തി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മധുരവനം പദ്ധതിക്ക് തുടക്കമായി. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങളായതായി ഭാരവാഹികൾ അറിയിച്ചു. SNDP യോഗം ഗുരുവായൂർ യൂണിയൻ പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം ഞമനേങ്ങാട് ശാഖാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.